ഹായ്. അപ്പോൾ നമ്മളിപ്പോൾ വടക്കടയിൽ എത്തിയിട്ടുണ്ട്. ഇതെവിടെ സ്ഥലം? ചങ്ങരംകുളം. ആ ഭാഗത്ത് ഇവിടെ ഒരു വടക്കട ഉണ്ട് കേട്ടോ, വടക്കട. അപ്പോൾ നല്ല ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഇതുമായിട്ട് അങ്ങനെ വാങ്ങാറില്ലായിരുന്നു. പക്ഷെ ഇവിടെ ആദ്യമായിട്ട് എന്നെ കൂട്ടാതെ സായി പോണ സമയത്ത് സായി ഇവിടുന്ന് കഴിക്കാറുണ്ട്. ഞാൻ പോയ സമയത്ത് ഞാൻ എന്തായാലും ഇവിടുന്ന് കഴിച്ചില്ല, ഞാൻ അതിൽ കഴിക്കുന്നത്. അതന്നെ വന്ന പുതിയ കട അന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിപ്പോൾ വടക്കട ഇഡലി വട പ്യുവർ വെജ്. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളിപ്പോൾ ദോശയും വടയും രണ്ടുപേരും അതന്നെ വരിക. ഒരാൾ മസാല ദോശ, ഒരാൾ നെയ് റോസ്റ്റ്, പിന്നെ വട വാങ്ങി കഴിക്കാണ്, ചായയും കാപ്പിയും. അപ്പോൾ ഇവിടുത്തെ ടേസ്റ്റ് ഉണ്ട്. അവിടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണെന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ വടക്കടയുണ്ട്, വടക്ക് സ്പെഷ്യാലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ വട എന്തായാലും അടിപൊളിയാണെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും പോയി കഴിച്ചു നോക്കട്ടെ. അല്ല, ഫുഡ് വരുമ്പോൾ വീഡിയോ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്. ഇതും വടയും, അവിടെ മസാല ദോശ. എന്താ കൊതി പിടിച്ച് ആക്രാന്ത കൂട്ടി കഴിക്കാണ്. അപ്പൊ ഇനി ഞാൻ ദോശ കഴിക്കട്ടെ. ആരാണോ ഈ ഞാനോ? കൊള്ളാം. വടയും രസം കേട്ടോ. വടക്കട തന്നെയാണല്ലോ, വട നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കയറിയ കട ഇതാണ്, മണീസ് ദോശക്കട, വടക്കട എന്ന് പറയും. ഹലോ എവരിവൺ. ഇന്ന് മെയ് 9 നമ്മൾ കൊച്ചിയിലേക്ക് പോവാണ്. ഞാൻ എപ്പോഴും വ്ലോഗ് എടുത്താലും നമ്മൾ കൊച്ചിയിലേക്ക് പോകുന്ന വീഡിയോ മാത്രമേ കാണാറുള്ളൂ എന്ന് എനിക്കറിയാം. എന്നാലും സാരമില്ല, ഞങ്ങൾ വീണ്ടും കൊച്ചിയിലേക്ക് പോവാണ്. കാരണം ഞാൻ ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് ആണല്ലോ കൂടുതൽ എടുക്കാറ്. ട്രാവൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടിക്ക് പോകണൊക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ കൊച്ചിയിൽ പോകുമ്പോഴാണ് പരിപാടികളുള്ളത്. അപ്പോൾ അവിടെ പോയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നത്. എൻ്റെ കൂടെ മിസ്റ്റർ സായി കൃഷ്ണൻ ഉണ്ട്. മിസ്റ്റർ സായി കൃഷ്ണൻ, സംതിങ് യു ക്യാൻ ടെൽ. You always were pickle in social media. Let me also do that one, okay? അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗിലൂടെ ഞാൻ നിങ്ങളെ എല്ലാവരും വെറുപ്പിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിട്ട് വെറുത്തൊരു സ്നേഹം ഉണ്ടാക്കണം. കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അവരും കൂടി കണ്ട് കളയണ്ട. ആകെ എനിക്ക് കുറച്ച് 10K സബ് ഉള്ളൂ. എനിക്ക് നിങ്ങള് ട്രാവൽ വ്ലോഗാണ് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുമ്പോഴാ ചെയ്യുന്നത്. ഈ ട്രാവൽ വ്ലോഗ് അറിയുമ്പോ പിന്നെ ഈ കാടും മലയും ഇതില് ഞാൻ വെറൈറ്റി ആയിട്ട് എങ്ങോട്ടും പോകണമെന്നില്ലല്ലോ. അല്ലെങ്കിൽ വെറൈറ്റി കൊണ്ടുപോവാ. നാട്ടിൽ വെച്ച് ഈ വണ്ടി പോണതും ചെടികളും മരങ്ങളും കാണുന്നുള്ളൂ, അത് കണ്ടാ മതിയാ. ശരി, ഞാൻ ഈ അടുത്തിൽ കാണിച്ചത്. അങ്ങനെ വടക്കട കാണിച്ചു കൊടുക്കുന്നു. ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞിട്ട് നാട്ടുകാർ കാണുന്നത് എന്താ ഓളം നോക്കാം. വടയില്ല, ദോശയില്ല, വടക്കടയില്ല. കൊച്ചി പോണു, കൊച്ചി ട്രിപ്പാ, റോഡ് ട്രിപ്പാന്ന് പറയും. കാണുന്ന എന്താ ഓളം നോക്കാം. ട്രിപ്പും ഇല്ല, റോഡും ഇല്ല, മരവും ഇല്ല, കാഴ്ചയില്ല. കഴിഞ്ഞോ? സത്യം പറഞ്ഞ ഞാന് ഈ വടക്കടന്റെ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ഈ ഇൻട്രോ എടുത്തത്. അതന്നെ ഉടായ്പ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു ട്രാവൽ വ്ലോഗ് പോണ ആരെങ്കിലും ഇങ്ങനെ ഉടായ്പ കാണിക്കും. അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഓള് ഇൻട്രോ എടുക്കുന്നത്. അപ്പൊ ഓളെ കമ്മിറ്റ്മെന്റ് ലെവൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം. ഇൻട്രോ എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഞാൻ വ്ലോഗ് തുടങ്ങുന്നുണ്ടെങ്കിൽ രാവിലെ ഇൻട്രോ എടുത്തോ, എന്നാ അങ്ങനെ എടുക്കും. എന്നിട്ട് മറ്റന്നാളത്തെ വീഡിയോ എടുത്തോ. ഓക്കെ, ക്യാമറ ആയിട്ട് എനിക്ക് പ്രൈവസി ഉള്ള ഒരാൾ നോക്കട്ടെ. ട്രാവൽ വീഡിയോ ചെയ്യുന്നുണ്ട്. നാട്ടുകാർക്ക് ഓളം മൂന്ന് കാണിച്ചു. ശരി, നാട്ടുകാരെല്ലാരും ഇത് കണ്ടോളൂ കേട്ടോ. ഇതാണ് എന്റെ സ്ഥലങ്ങള്, കണ്ടോ? ക്യാമറ സെൽഫി ക്യാമറയാണ് അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. ഇതാ എല്ലാരും കണ്ടോളൂ കേട്ടോ. ഇതാണ് എന്റെ ട്രാവൽ വ്ലോഗ്. ഞാൻ പോവാണ്. എന്റെ മുന്നിലൊരു കാറുണ്ട്, എന്റെ മുന്നിലൊരു ഓട്ടോറിക്ഷ ഉണ്ട്. അങ്ങനെയല്ല പറയണ്ടേ, ഇവിടെ ഒരു മിനിറ്റ് ക്യാമറ ഇരിക്കട്ടെ. തിരിച്ചു പറയൂ. എന്ത് ഭംഗിയാ നോക്കി. ഒരു കാറ് പോകുന്ന നമ്മുടെ റോഡുകൾ, പ്രകൃതി രമണീയ നിറഞ്ഞ മരങ്ങൾ, അതിനിടയിൽ അപകടം പറ്റി വരുന്ന ആംബുലൻസ്. പാവം. നമ്മളുടെ യാത്ര തൃശ്ശൂർ ലക്ഷ്യമിട്ടാണ്. മുന്നിലേക്കാണ് നമ്മൾ പോകുന്നത്. സൂവെ എങ്ങോട്ടും പോണ്ടാ. സൂവിന്റെ മുന്നിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ അമ്പഴങ്ങി കിട്ടുന്ന ഒരു ചേട്ടന്റെ കട. അച്ചാറ്, അമ്പഴങ്ങി അച്ചാറ്. ദൃശ്യം 3.
അപ്പൊ ഇതാണ് എന്റെ നാട്, ഞങ്ങളെ നാട്, കേരള നാട്. മലപ്പുറം ഞാൻ പറഞ്ഞില്ല, എന്റെ നാട് കേരളം, എന്റെ നാട് ഇന്ത്യ. ഓക്കെ, അപ്പൊ ഞങ്ങള് പാവം ഇവര് പ്രൈവസി പോകും അവർ വണ്ടിയിൽ തീർത്തിട്ട്. അപ്പൊ ഇതാ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, ഇങ്ങനെ കാര്യമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഉടനെ എന്റെ ചാനലല്ല എന്റെ ഇൻസ്റ്റയില് അനക്ക് പറ്റിയുള്ള പണിയാണ്. കാരണം എന്റെ കയ്യില് ലക്ഷക്കണക്കിന് രൂപേന്റെ പ്രൊഡക്ട്സ് ഈ ഒരാളും കാണിക്കാതെ വെച്ചത് പുറം ലോകം അറിയണം ഞാൻ സമ്പാദിക്കുന്ന കാശ് എവിടെ പോകണമെന്നുള്ളത്. കൊട്ടക്കണക്കിന് ലിപ്സ്റ്റിക് ഞാൻ ഓരോ വാങ്ങാറുണ്ട്. എനിക്ക് ഇഷ്ടം ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക് അല്ലാതെ വേറെ പേര് ഫൗണ്ടേഷൻ. ഏത് ഈ വീട്ടിലുണ്ട വീടിന്റെ തറ ഫൗണ്ടേഷൻ? കല്ല്, പുട്ടി, ഫൗണ്ടേഷൻ സ്ഥലങ്ങള് നിങ്ങൾ ഇത് കാണുക. അത് അവനവൻ മേക്കപ്പ് ഇട്ടപ്പോ കണ്ടു. പോരട്ടെ, അടുത്തത് ഒരു 4 പ്രൊഡക്റ്റിന്റെ പേര് പറയടോ. ലിപ്സ്റ്റിക്, ഫൗണ്ടേഷൻ, കൺസീലർ. ഇതെല്ലാം 4 പറയും. ലിപ് ബാം. ഓക്കെ, പറഞ്ഞോ. ബ്ലഷ്. ബ്ലഷ് എന്ന് പറഞ്ഞാൽ അതല്ലടോ. ബ്ലഷ് തന്നെയാണ്. ബ്ലഷ് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ബ്ലഷ് ആണത്. ബ്ലഷിന് ബ്ലഷ് പൗഡർ അല്ലെങ്കിൽ പറയാം. ശരി, പറയേ. ഐബ്രോ പെൻസിൽ. ഐബ്രോ പെന്ന്. ഐബ്രോ അല്ല, പെൻസിൽ പെന്നൊക്കെ ഉണ്ട്. ഐലാഷ്. ഐലാഷ് വെക്കുന്നില്ലേ? ഫേക്ക് ഐലാഷ്. ഓക്കെ, സക്സസ്ഫുള്ളി ഡൺ. ഓക്കെ, ഇവരില്ലെങ്കിലും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇതൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ള ഇന്റെ ഖജനാവുന്നാണ് ഞാൻ സാധനം വാങ്ങണേ. എനിക്ക് ജോലി ഉണ്ടായിട്ട് എനിക്ക് 2 ഫൗണ്ടേഷൻ വാങ്ങാൻ തയ്യില്ല എന്റെ കാശ്. സഫോറ അല്ല, ഞാൻ തിരിക്കട്ടെ. സഫോറയിലൂടെ സെഫോറ എന്നല്ല ഞാൻ, പക്ഷെ ഞാൻ വാങ്ങിയത് അറിയാം. ഞാൻ എന്റെ ഫൗണ്ടേഷൻ ഷാർലറ്റ് ഷെർബറിയാണ്. ഷാർലറ്റ് ഷെർബറി. അതിനൊരു 5000 വരും. പക്ഷെ ഞാനത് ഓഫറിനെ വാങ്ങുള്ളൂ മോനെ. ഞാൻ ഏതാ വെള്ളത്തി അറിയാം. സൂത്രം ഞാൻ പറഞ്ഞുതരാം. അതായത് ഏതെങ്കിലും ഒരു സൈക്കിൾ കയറിയിട്ട് ഓഫർ കാണുമ്പോ അത് കേറി പിടിച്ച് വാങ്ങും. ഈ മണ്ടത്തേക്ക് അറിയില്ലല്ലോ ഇങ്ങനത്തെ ബ്യൂട്ടി പ്രൊഡക്ട്സും ഹെൽത്ത് പ്രൊഡക്ട്സ് ഒക്കെ ഓഫറിൽ വരിക എന്ന് പറയുമ്പോ എപ്പോഴും അത് മാനുഫാക്ചറിംഗ് ഡേറ്റ് ഇല്ലേ, അത് തിരുത്തി എക്സ്പയറി ഡേറ്റ് തിരുത്തിയിട്ട് ആയിക്കോട്ടെ. ഞാൻ ഇതുവരെ വാങ്ങിയ ഓഫറിൽ ഒരു സാധനം പോലും അങ്ങനെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല മോനെ. ഞാൻ പറയണത് അവർക്ക് തിരുത്തി എഴുതാൻ പറ്റുമേ, അത് രണ്ടാമത് റീപാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ സപ്പോസ് ഈ വരുന്ന ജൂലൈയിൽ കഴിയാൻ പോകുന്ന പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് ഇപ്പൊ മെയ്യിലാണ് എനിക്ക് കിട്ടണേ. അതിന് ആൾക്ക് അങ്ങനെ ചെയ്യുന്നേ. മുഖത്തുള്ള അസുഖം എനിക്ക് വല്ല അസുഖം വന്നാൽ ഞാൻ കേൾക്കേണ്ടി വരും. എന്ത് കംപ്ലൈന്റ്? 6 കംപ്ലൈന്റ് എടുക്കാൻ ഒരു ദിവസം മുഖത്ത് 10 പ്രൊഡക്ട്സ് യൂസ് ചെയ്യേണ്ടി. ഏത് പ്രൊഡക്റ്റിന് കൊണ്ടുപോയി കൊടുക്കും? പാത്തോളജിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല ഏതാ പ്രൊഡക്റ്റ്. ഫോറൻസിക് കൊടുത്താൽ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. 10 സാധനം മുഖത്ത് തേച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം പിന്നെ ഞാൻ കണ്ടുപിടിക്കാൻ പറ്റും? ചോദിച്ചാ പറയും കോൺഫിഡൻസ്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവാൻ എനിക്ക് മേക്കപ്പ് പ്രൊഡക്ട്സിന്റെ ആവശ്യമില്ലടോ. അന്നപ്പോ തുടക്കി ഇപ്പൊ തുറക്കാൻ പറ്റില്ല. ഞാൻ പരിപാടിക്ക് കൂടെ. പിന്നെ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഈ ലോകത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന മുഖത്ത് തേക്കാൻ തന്നെയല്ലേ, അല്ലാതെ വേറെ എവിടെ കൊണ്ട് കളയല്ലോ. ഒന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഈ ഓഫറിന് കിട്ടുന്ന പ്രൊഡക്ട്സ് വാങ്ങി ഉപയോഗിക്കുന്നതിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ്. ഓഫറിന് കിട്ടിയ ഷർട്ടോ അല്ലെങ്കിൽ ചെരുപ്പോ അങ്ങനെയൊക്കെ വാങ്ങാം. അല്ലാതെ ഓഫറിന് കിട്ടിയ ബ്യൂട്ടി പ്രോഡക്ട്സ് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യും. അപ്പൊ എന്താ പൊട്ടാ മറ്റവർക്ക്? അവർക്ക് ഓഫർ അല്ലാത്ത സാധനവും ഡേറ്റ് തിരിച്ച് എഴുതി കൂടെ? പൊന്നു സ്നേഹ, ഒരു കമ്പനി നീ ഒരു സാധനം മേടിച്ചു, ആ സാധനം ഡയറക്റ്റ് ആ കമ്പനി പർച്ചേസോ അല്ലെങ്കിൽ ആ കമ്പനീന്റെ ഓതറൈസ്ഡ് സെല്ലർ വല്ല ആമസോണോ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു 10, 1000, 100 കണക്കിന് അത്രയും സാധനങ്ങൾ ഒരു ഓഫറിന് വരുമ്പോ അത് അത്രയും സാധനങ്ങള് ഡേറ്റ് ചെയ്യാനായിട്ട് എത്ര ലാഭം ആലോചിച്ച ഒരു കമ്പനിക്ക്. ഇതൊക്കെ റിജക്ഷന് പോണ സാധനം 1.5 മാസം കൊണ്ട് വീണ്ടും ഒരു 6 മാസത്തെ ബഫർ ടൈം ഇട്ടിട്ട് വരാൻ വിറ്റ. ജൂലൈ ഞാൻ സൈറ്റുകാർക്ക് ഇത് കംപ്ലൈന്റ് ചെയ്യും. നൈക്ക, ആമസോണ്, ഫ്ലിപ്കാർട്ട് എല്ലാവർക്കും ഇത് കംപ്ലൈന്റ് ചെയ്യും ഇവരിങ്ങനത്തെ സാധനം ചെയ്യുകയാണെങ്കിൽ. ഇത് ഒരു സീരിയസ് ഇഷ്യൂ ആണല്ലോ. അല്ല അല്ലാന്ന് പാരനോട് പറഞ്ഞത് സീരിയസ് ആണ്. പക്ഷെ ഇതിന് പിന്നാലെ ആരും പോവില്ല. അല്ലാതെ നിങ്ങക്ക് തോന്നുന്നുണ്ടോ?
ഇത്രയും 5,000-10,000 അതൊക്കെ ബൾക്ക് ആയിട്ട് വാങ്ങുമ്പോൾ 5,000 രൂപ ഓഫർ പറഞ്ഞ സാധനേ 2,000-നും 1,000-നും അല്ല കിട്ടുന്നത്. 5,000 ചിലപ്പോ വല്ല 25% ഓഫ്, അതായത് വല്ല 4,500 4,200 അങ്ങനെ കിട്ടുക. അല്ലാതെ കുറെ കണക്കിന് 50% ഓഫ് ഒന്നും ഒരു പ്രൊഡക്റ്റിനും മേക്കപ്പ് പ്രൊഡക്റ്റിന് ഞാൻ നേരിട്ട് വാങ്ങിയിട്ടില്ല. ചാക്ക് കണക്കിന് ആൾക്കാർ വീട്ടില് രാവിലെ വന്നിട്ട് സ്നേഹ മേഡം പറഞ്ഞ ഗേറ്റ് വെക്കുമ്പോ ഞാൻ പോയി എടുത്തോണ്ട് എന്താ പറയല്, ഓഫറാ 50% ഓഫറാ. 50% ഓഫിലൊന്നും ഞാൻ ഇത്ര വലിയ സാധനം മേക്കപ്പ് സാധനം ഓഫർ പറഞ്ഞിട്ട് എത്ര സാധനം മേടിച്ചു കൂട്ടിന്. ചാർലറ്റ് ടിൽബറിന്റെ കുറച്ച് വാങ്ങിയിട്ട് ഒറ്റൊരു ഫൗണ്ടേഷനെ വാങ്ങിയിട്ടുള്ളൂ. അത് 5,000 രൂപന്റെ സാധനം 4,200 മേടിച്ചോ, ഡയറക്റ്റ് സ്റ്റോറിൽ പോയിട്ടോ അല്ലെങ്കിൽ അവരെ ഡയറക്റ്റ്. അപ്പൊ നമ്മള് സാധനം മേടിക്കാൻ വേണ്ടിട്ടാണെങ്കിൽ പുറത്തൊക്കെ പോകേണ്ടി വരും. അല്ലെങ്കിൽ നമ്മള് ഇന്ത്യയിൽ തന്നെ വല്ല ഇപ്പൊ ഫെൻഡി ബ്യൂട്ടി, ടിറ ബ്യൂട്ടിന്റെ ഇത് വന്നിട്ടുണ്ട്. ഫെൻഡി ബ്യൂട്ടിന്റെ, അതായത് പുറത്തുള്ള സാധനമാണ്, ടിറയിൽ വന്നിട്ടുണ്ട്. മൈലോ, ബൂസ്റ്റ്, വിവ, ഹോർലിക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ടിറ ബ്യൂട്ടി, ഫെൻഡി ബ്യൂട്ടി എന്നല്ലേ. അത് എങ്ങനെയാണ് ഹോർലിക്സ് മറ്റേത് ബ്യൂട്ടി സാധനങ്ങളാണ്. പേര് കേട്ട് അറിയാനുള്ള സാമാന്യ ബോധമില്ലടോ എനിക്ക്. ബ്യൂട്ടിക്ക് തന്നെയല്ലേ ഇത് കുടിച്ച് കഴിഞ്ഞാൽ ഗ്ലോ ഉണ്ടാവുന്നല്ലേ പറയുന്നത്. പ്രോട്ടീൻ അത് നിങ്ങൾ പറയുന്നത് അവിടെ ഗ്ലോ എവിടെ? ഞാൻ ഹോർലിക്സ് കുടിച്ചാൽ മുഖം ഗ്ലോ ആവുന്ന ഞാൻ കണ്ടിട്ടില്ല. ഗ്ലോ ആവുന്ന കണ്ടിട്ടുണ്ടോ? പ്രോട്ടീൻ കയറി കഴിഞ്ഞാൽ നമ്മള് സെറ്റ് ആവില്ലേ? അതൊക്കെ സത്യമാണ് തോന്നുന്നുണ്ടോ? ഇവിടെ സായി, ഇവിടെ വിവ ഹോർലിക്സ് വാങ്ങിയിട്ട് അത് മറ്റേ ഇതില്ല, മറ്റേതാണ് പ്രോട്ടീൻ കയറുന്നത്. അതൊക്കെ ഒറിജിനൽ സാധനമാണ് തോന്നുന്നുണ്ടോ പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളത്? അത്യാവശ്യം മനുഷ്യന് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ പാലും പഞ്ചസാരയും വെള്ളവും പൊടിയുണ്ടോ? ഇത് ഈ മുഖത്ത് ഇങ്ങനെ ഇട്ടിട്ട് പോണ സാധനമല്ലല്ലോ. ഇത് ഉള്ളിൽ ചെന്നിട്ട് ദഹിക്കണമെങ്കിലും ഉണ്ടല്ലോ. ഈ ലിപ്സ്റ്റിക് നക്കി തിന്നല. ഞാൻ ഇടയ്ക്ക് അതല്ല ഞാൻ വീണ്ടും തേക്കുന്നത്. ഇടയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ ഇടയ്ക്ക് ഇറക്കാറുണ്ട്. അതെ, തിന്നുള്ള സാധനം അവിടെ കിടക്കണം, മുഖത്ത് വാരി പൊത്തുന്ന അവിടെ കിടക്കണം. മുഖത്ത് വാരി കഴിഞ്ഞാൽ തേച്ച് കഴിഞ്ഞാൽ നമ്മള് ഗ്ലോ ആയി കിടക്കും. എന്ത് കിടക്കും? ഗ്ലോ ആയിട്ട് കിടക്കും. അത് ഊരി കഴിഞ്ഞാൽ പേടിക്കും ചെയ്യും. ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ നേക്കഡ് മുഖം ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്, മേക്കപ്പ് ഇല്ലാത്തത്. ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ മേക്കപ്പ് ഇല്ലാത്തതൊക്കെ ഞാൻ കാണിച്ചത്. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീലാണ് കാണിച്ചത്. ഐഫോണിന്റെ ഫേസ് ക്യാമിന് വരെ എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. രാവിലെ ഒരു മുഖം, വൈകുന്നേരം വേറെ മുഖം. അങ്ങനെയൊന്നുമില്ല. കുഴപ്പമാണെന്ന് മനസ്സിലായി. കുഴപ്പമൊന്നുമല്ല, ക്യാമറയ്ക്ക് വരെ മനസ്സിലാണല്ലോ ഓളെ. മേക്കപ്പ് ഇട്ടാൽ മുഖം, മേക്കപ്പ് ഇടാത്ത വേറെ മുഖം. വീട്ടിലെ ഡോക്ടർ തിരിച്ചറിയില്ല. ആ അപ്പ് പാവം നോക്കുക. രാവിലെ ഇറങ്ങി വരുമ്പോ ഒരുത്തി, വൈകുന്നേരം വീട്ടിൽ വന്ന് മുഖം കഴിക്കാൻ വേറെ ചെത്തി. അപ്പൊ ആ കൺഫ്യൂഷൻ ആവും. എന്നെ കാണുമ്പോ കുറയ്ക്കുക. പട്ടിക്ക് വരെ മനസ്സിലാതെ, മണോ മനസ്സിലാതെ വെറുതെ വീട്ടിലിരിക്കുമ്പോ ഒരു മണോ, സ്പ്രേ അടിച്ചിട്ട് വേറൊരു മണോ. ഡോഗ്സ് വരെ കൺഫ്യൂസ്ഡ് ആയി പോവാണ്. ഈ ലോകത്ത് ഞാൻ മാത്രമല്ല മേക്കപ്പ് ഇട്ടിരിക്കുന്ന ആൾക്കാര്. ഞാൻ എന്റെ ലോകത്തുള്ള 10 ആളെ കാര്യം നോക്കണേ. ഞാൻ എന്റെ കാര്യം, ഞാൻ മേക്കപ്പ് ഇടണ്ടെന്നല്ലോ പറഞ്ഞേ. കുഴപ്പമില്ല. ഈ ഫ്രീ ആയിട്ട് കിട്ടുന്നതും 50% ഫ്രീ ആയിട്ട് ഞാൻ വാങ്ങണമെന്നില്ല. എനിക്ക് ഫ്രീ ആയിട്ട് അവർ അയക്കാറുണ്ട്. കുറെ 5,000-10,000 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാല് വല്ല ഇത്തിരി പോകുന്ന കുഞ്ഞൻ സാധനങ്ങൾ അയച്ചിരും ട്രയലിന് 2.5 കേൾക്കണില്ലേ? 5,000-10,000 ദിവസമൊന്നല്ല, മാസക്കണക്ക്. ഞാൻ എന്റെ ബ്യൂട്ടി പ്രോഡക്ട്സും എന്റെ ഡ്രസ് കളക്ഷൻസും ഞാൻ ഇനി കാണിക്കുന്നതായിരിക്കും. ഇതിലല്ലെങ്കിൽ വേറെ ഇതിലല്ലോ. അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞു? നമ്മളിപ്പോ കൊച്ചിയിൽ പോവാണ്. നമ്മുടെ ബിഗ് ബോസ് ആരോ എന്ന സംഘടനയുടെ 2ാം സീസൺ. ആരോ അല്ലേ? ആരവ് എന്നല്ല, ARAW. എന്താ ആരവ് എന്നാ? ആരോ അതാണ് അതിന്റെ 2ാം സീസൺ. കഴിഞ്ഞ സീസൺ നിങ്ങൾ കണ്ടതാണല്ലോ, ഇവരുടെ ടീം ജയിച്ചിട്ടുണ്ടായിരുന്നു. 2ാമത്തെ സീസൺ തൂക്കി ചുവന്ന കരങ്ങളോട്. അടുത്ത തൂക്കി ത്രിവർണ്ണ കരങ്ങളോടെ. അത് പാടി കുഴപ്പമുണ്ടോ? തൂക്കി ത്രിവർണ്ണ കരങ്ങളോട്. അയ്യോ സോറി, ഞാൻ ഇതാണല്ലേ. സോറി, ഞാൻ ഇങ്ങനെയാണ്. തൂക്കി താമര കൈകളല്ല, തൂക്കി താമര എന്തുണ്ട്. അപ്പൊ ഓക്കെ. അപ്പൊ നാളെ നമുക്ക് ബിഗ് ബോസിന്റെ ടീമിന്റെ എല്ലാ ബിഗ് ബോസ് സീസണിന്റെ എല്ലാ ആൾക്കാരും വെച്ചിട്ട് ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ട്. എല്ലാ സീസണിലും എല്ലാവരും ബിഗ് ബോസ് സീസണുകളിലെ ആൾക്കാർ ഓക്കെ, കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസ് നാളെ വരും ക്രിക്കറ്റ് മാച്ച് ഉണ്ട്. രാവിലെ 7:30 തുടങ്ങും. ഇന്നിപ്പോ ജേഴ്സി പ്രകാശനം ഉണ്ട്. അപ്പൊ അതിനാണ് പോണത്. വന്ന സാറ്റർഡേ
അത് കഴിഞ്ഞ 11, 12, കറക്റ്റ് സമയത്ത് എത്താത്തോണ്ട് റസ്മിമായും ടീമും പ്രകാശം ചെയ്യും. നമ്മളെത്താ എങ്ങനെ ഒരു മണിയാവും. നേരത്തെ കാലത്ത് എണീക്കണേ. ഇന്ന് 6 മണിക്ക് പോകണം എന്നിട്ട് ഞാൻ 5:30 എണീച്ചിട്ട് ബാത്റൂമൊക്കെ പോയി കുളിച്ച് കഴിഞ്ഞ് ഇവിടെ ഒരു കൂർക്കം വലിച്ച് ഉറങ്ങാം. അല്ല കൂർക്കം വലിയുണ്ട്. അതെ, ഞാൻ സ്വയം തരുന്നില്ല. ഇറങ്ങിപ്പോ എന്തി വെള്ളം കുടിക്കാൻ തയ്ക്കണ്ട. ഇനി വെള്ളം കൊടുക്കട്ടെ. അപ്പൊ വെള്ളം കൊടുത്തു. ഇനിയിപ്പോ നമ്മള് എവിടെ എത്തി? പന്നിത്തടം. പന്നിത്തടം ഞാൻ നാച്ചുറൽ ആയിട്ട് എന്റെ അമ്മ എമ്മാതിരി. അതെ, ഇപ്പൊ ഫോൺ ഞാൻ ഓടി എടുത്ത് ഞാൻ കേൾപ്പിച്ചു കൊടുക്കും നാട്ടുകാർക്ക്. ഇപ്പൊ പറയാൻ 8 മിനിറ്റ് കണ്ടന്റ് ആയി സമാധാനം. പിന്നെ എന്തിനാ ഈ ഓണാക്കിയത്? പിന്നെ സത്യം ഇത് ബാക്കി കണ്ടന്റിന് വേണ്ടിട്ട് എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കാന്ന് അറിയില്ല. ഞാൻ എന്റെ നാച്ചുറൽ സാധനം കണ്ടന്റ് ഉണ്ടാക്കുള്ളൂ. അല്ലാതെ എല്ലാവരും പോലെ കുറെ കണ്ടന്റ് ഉണ്ടാക്കാൻ നടക്കുന്നില്ല. ഇത് എന്റെ സ്വന്തം കണ്ടന്റ് ആണ്. എന്റെ കണ്ടന്റ് വേണമെങ്കിൽ റിയാക്ട് ചെയ്യാട്ടോ. എനിക്ക് കുറച്ച് റീച്ച് ഉണ്ടാക്കി തരുമോ? ഞാൻ എന്തെങ്കിലും വിവാദം ഉണ്ടാക്കിയാലോ? അല്ല, ഇങ്ങോട്ട് തന്നെ ഒന്നുമില്ല. അങ്ങോട്ടോ ഞാൻ എന്താ ചെയ്യാൻ? ഞാൻ വിഷം തന്നിട്ടില്ല. പോലെ ഞാൻ ഇഞ്ചിഞ്ചായിട്ടേ കൊല്ലുള്ളൂ. അപ്പോ ഇനിയിപ്പോ പോട്ടെ. ഇനിയിപ്പോ നമ്മള് 12 മണിക്കാണ് ജേഴ്സി പ്രകാശനം. 12 മണി കഴിഞ്ഞിട്ട് എത്തുള്ളൂ. എന്തായാലും ഫുഡൊക്കെ കഴിച്ചു. സോറി, ഞാൻ ഫുഡിന്റെ ആണ് ആദ്യം വീഡിയോ. ഇതിപ്പോ എപ്പോഴാണ് വീഡിയോ ഉണ്ട്? പിന്നെ ഉണ്ടോ വീഡിയോ ഉണ്ട്? ആദ്യം ഇൻട്രോ ഫുഡ് എടുത്തിട്ടാണ് ഞാൻ ഇൻട്രോ എടുത്തത്. പക്ഷെ ഞാൻ ഇൻട്രോ ഇട്ടിട്ട് ഫുഡ് ഇടുന്നത് കഴിക്കണം. ബാക്കി ഞാൻ ഇതിലിടും. ബാക്കി ഇതിൽ പറയാം. നിങ്ങളെങ്ങനെയൊക്കെ കണ്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി പറയാൻ ഞാൻ അവിടെ പോയിട്ട് ഇനി പോയി അച്ചാർ കഴിക്കട്ടെ. പോണ വഴിക്ക് അച്ചാറില്ലേ? ഒന്ന് കഴിക്കണം. വായിക്ക്. ഞാൻ പറയട്ടെ, ഫുഡിന്റെ ആയിരിക്കും പറയണ്ട. ഞാൻ പറഞ്ഞു വിചാരിച്ചിരിക്കുന്നു. ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് കുഴപ്പമില്ല തോന്നി. പക്ഷെ പിന്നെ കഴിച്ചപ്പോൾ എനിക്ക് തോന്നി അതിന് ഭയങ്കര ഉഴുന്നുണ്ടെന്ന്. ആ ദോശയ്ക്ക് ഭയങ്കര ഉഴുന്ന് കണ്ടന്റ് ആണ്. അല്ല, ഉഴുന്ന് കൂടി കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം ഉഴുന്നിടുക. ചപ്പാത്തിയിൽ മൈദ ഇല്ല. അത് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങണേൽ മൈദ കണ്ടന്റ് വരുന്നതാണ്. നിങ്ങൾക്ക് മാത്രമാണ് കിട്ടില്ലേ മൈദുള്ള കണ്ടന്റ്? അല്ല, ആശീർവാദിലൊക്കെ ശരിക്കും പ്യൂർ ഇതല്ല, ഗോതമ്പൊന്നല്ല. അതിലൊക്കെ മൈദ കണ്ടന്റ്. അതില് മൈദ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ ദോശയില് മൈദ. ദോശയില് അരി കൂടുതൽ വേണം. ഈ ഉഴുന്ന്, അതേപോലെ ഇഡ്ഡലിയിൽ ഉഴുന്ന് കുടിക്കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയുടെ ടേസ്റ്റാ. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഒന്നാമത് ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി കഴിഞ്ഞാല് വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ അമ്പലം ആംബിയൻസ് ഉള്ള പാട്ടും ചന്ദനത്തിനും ദൈവത്തിന്റെ ഇതും വെക്കുമ്പോ തന്നെ പകുതി മൂട് പോകും. എനിക്കല്ല മൂടാണ്. എനിക്കൊരു കുഴപ്പമില്ല. ഇന്ന് നല്ല അയ്യപ്പന്റെ പാട്ട് കേട്ടതല്ലേ. ഇവർക്കാണെങ്കിൽ രാവിലെ പൊറാട്ടയും ബീഫും മീൻകറി പറ്റൂല. ഞാൻ രാവിലെ വെജ് കഴിക്കില്ല. എനിക്ക് രാവിലെ വെജല്ല, മുട്ട കഴിക്കും. പക്ഷെ മീൻകറി ഒന്നും ഞാൻ കഴിക്കില്ല. എനിക്ക് ഇഷ്ടമല്ല. രാവിലെ തന്നെ വെറും വയറ്റില്ല മീനും ചിക്കനും കഴിക്കാണെങ്കിൽ എന്തോ പോലെയാണ്. ഞാൻ ശീലിച്ചിട്ടില്ല. തൊടാതിരിക്കുക, കഴിക്കാതിരിക്കുക, അങ്ങോട്ട് മാറിക്കുക. അപ്പൊ ഇത് എന്താ, അപ്പൊ എനിക്ക് രാവിലെ എന്തായാലും ഈ ചിക്കനും മീനൊന്നും പറ്റില്ല. ബീഫിനെ മീൻ കഴിക്കില്ല. ഉച്ചക്ക് ഞാൻ കഴിക്കും. രാവിലെ വെറും വയറ്റില് കഴിക്കാൻ പറ്റില്ല. അതന്നെ ഞാൻ ഇങ്ങനെയല്ല ശീലിച്ചത്. ഞാൻ എന്റെ വീട്ടില് വെജിറ്റേറിയൻ മാത്രമേ രാവിലെ കഴിച്ചിട്ടുള്ളൂ. ഇല്ല, കിട്ടാറില്ല. അത് ഉച്ചക്ക് കഴിച്ചാൽ ശരിയാവുള്ളൂ. മട്ടൻ ലിവർ, മുട്ട കഴിക്കൂ രാവിലെ. മുട്ട കഴിക്കും, അത് കുഴപ്പമില്ല. മുട്ടക്കറി. അപ്പൊ ഈ നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ദോശയ്ക്ക് എന്തായാലും ഉഴുന്ന സാധനം കണ്ടന്റ് കൂടുതലായിരിക്കും. അത് സാധാ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ദോശ ടേസ്റ്റ് കേട്ടോ. സാധാ ഹോട്ടലിൽ കിട്ടും. ഉള്ള ഹോട്ടലിൽ കിട്ടും. വെജിറ്റേറിയൻ അല്ല ഞാൻ പറഞ്ഞത്. അല്ലാത്ത ഹോട്ടലുകളിൽ ദോശ കിട്ടാനുള്ള കുറവാണ്. കൂടുതലും പൊറോട്ടയും ഈ വെള്ളപ്പവും. ബീഫ് ഞാൻ കഴിക്കില്ല. കാരണം എന്താ അല്ലേ? ബീഫ് എന്താ ഞാൻ കഴിക്കാത്ത? ഇത് താമര അല്ലട്ടോ. ഞാനൊരു പാർട്ടിന്റെ ആളല്ല. ഞാൻ ന്യൂട്രലാ. ഫേസിലെങ്ങനെയാ? ഞാൻ അത് ബാക്കിയുള്ളവർ ചിരിക്കാത്തോണ്ടാണ്. ഞാൻ പറഞ്ഞ കേട്ട് തമാശ എന്തെങ്കിലും ചിരിക്കോ? അതാ ചിരിക്കും. അപ്പൊ ഞാൻ സ്വയം ചിരിക്കട്ടെ.
ഞാൻ പറഞ്ഞത് തമാശ ഇട്ട് ഇവിടെ ആരും ചിരിക്കുന്നില്ല. അപ്പൊ ഞാൻ സ്വയം പറഞ്ഞു ഞാൻ ചിരിക്കട്ടെ. എന്തിനാണ് എന്റെ ഏട്ടന്റെ കുട്ടി ഇറങ്ങി പോകാൻ വീട്ടില് എന്നോടൊന്ന് പറഞ്ഞു ആ ഏട്ടനെ ഒന്ന് കൊണ്ടുപോയി. അല്ല ഇന്നലെ എന്നോട് അമാന്റെ അങ്ങോട്ട് നല്ല സഹായിക്ക് കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് മാമ ഇന്നെ എടുത്തെറിഞ്ഞു എന്നിട്ട് ഇന്നെ ഞാൻ ഇന്നലെ ഈ തല്ലി വന്നിട്ട് അല്ല ഞാൻ അതിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോ എന്റെ വീട് വരണ്ടേ. ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ കഴുത്തിലൊക്കെ ഒരു ഒറ്റപ്പെടുത്തോ. നല്ല കുട്ടിയായിട്ട് ഞങ്ങളെ അമ്മാന്റെ വളർത്തല്. ഞങ്ങൾ അങ്ങനെ വളർത്തുള്ളൂ. ഒന്ന് തന്നാൽ തിരിച്ചു കൊടുക്കുക. എന്നിട്ട് അപ്പുറത്ത് അതേപോലെ ഇന്നലെ ഞാൻ അമ്മാന്റെ മുടി പിടിച്ച് ഇങ്ങനെ വലിക്കുക വെറുതെ തമാശക്ക് ഇങ്ങനെയൊക്കെ. അപ്പൊ അതിങ്ങനെ ദേഷ്യം വന്നിട്ട് സന്ദീപ് ഏട്ടനോട് പറഞ്ഞിട്ട് അച്ഛ എന്റെ മുടി പിടിച്ച് വലിക്കുന്നുണ്ട് ഇല്ല ഞാൻ വീഡിയോ നിന്റെ അടുത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കണേ അമ്മാന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ അറിയാം എന്റെ ഏട്ടന്റെ കുട്ടിയാണ്. എന്റെ സ്വന്തം ഏട്ടന്റെ കുട്ടി. അപ്പൊ അമ്മാന്റെ ചെറിയ കുട്ടി ഇല്ല കസിൻസിനൊക്കെ ഏട്ടന്മാര് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ മുടി പിടിച്ച് കളിക്കുക. എന്നിട്ട് സന്ദീപനോട് പറയുന്നുണ്ട് അച്ഛ എന്റെ മുടി പിടിച്ച് കളിക്കുന്നുണ്ട് പറഞ്ഞു. എന്നിട്ട് സന്ദീപനെ പറഞ്ഞിട്ട് എന്നാ കൊടുക്ക് എല്ലാം കൊടുക്കുക പറഞ്ഞു. എന്നിട്ട് അവസാനം ഇന്നെ നല്ല പുറത്ത് നല്ലൊരു അടി വന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഇവള് സ്വയം മുടി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് പറയാ ആന്റെ പിന്നെയും മുടി പിടിച്ച് കളിക്കുകയാണെന്ന്. സോറി സായിക്ക് ഒരു കോള ഒന്നാണ്. ഇനി ബാക്കി ഇനി വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ കുറ്റം പറയണ്ടോ? പറയണ്ടെങ്കിൽ ഇപ്പൊ പറയണം. കൊറേ ഉണ്ടല്ലേ. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി വൃത്തിയിട്ടവനെ കഴിഞ്ഞില്ലേ പോയില്ലേ? എനിക്ക് 10 പറയാനുണ്ട്. പറയാ ഇതില് പറയണോ? അപ്പോ ഇനി ഞാൻ അവിടെ പോയിട്ട് അച്ചാറ് കിട്ടോ പോട്ടെ. ഇന്ന് ഒരാൾ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ എവിടെയും നിർത്തിയ സാധനം മേടിച്ചിട്ട് അത് ഇറങ്ങൂല. അത് ഞാൻ എല്ലായിടത്തും ഞാനാ പോയി ഇറങ്ങാറ്. എന്റെ അമ്മ ഇജാതി തോണയാ പറയണത്. ഞാൻ എപ്പോ വണ്ടി നിർത്തിയാലും ഇന്നെ കൊണ്ട് നടന്ന എല്ലാ സാധനവും വാങ്ങിപ്പിച്ചിട്ട് ഞാൻ എല്ലാം ചെയ്ത് തരാറുണ്ട്. അതാണ് ഞാൻ കോ ഡ്രൈവറായിട്ട് ഞാൻ ചെയ്യണത് കേട്ടോ. ഇത് എന്തേലും വിളിച്ചു കേട്ടോ, ആരും മൈൻഡ് അടിക്കണ്ട. രാവിലെ വണ്ടി ഒറ്റയ്ക്ക് ഓടിക്കുന്നതിന്റെ ഫ്രസ്ട്രേഷനാണ്. ഓക്കെ, നമ്മൾ ഇന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാർ കനകൻ ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. കനകനും അബിയും നാളെ വരുന്നതായിരിക്കും കൊച്ചിയിലേക്ക് അവരുടെ മാച്ചിന് വേണ്ടിയിട്ട്. ഇന്നിപ്പോ കനകൻ ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. സാരല്ലേ പോട്ടെ. ഇവിടെ അല്ലല്ലോ എനിക്ക് വായിക്കാതെ ആ ഉഴുന്നിന്റെ ദോശ കഴിച്ചിരിക്കും എന്തോ പോലെ. സത്യം പറഞ്ഞാൽ അത് എന്തോ വായിൽ കഴിക്കാണ്ട് ഇത് എന്തേലും ഒന്ന് കഴിക്കട്ടെ. എന്താ ഈ കാണുന്നത്? ആ ബാക്കില് നിങ്ങൾ നോക്കണം. നമ്മളിപ്പോൾ ചാലക്കുടി കൊരട്ടി ഭാഗത്താണ്. ഈ നാഷണൽ ഹൈവേന്റെ പണി ഫുള്ള് കഴിയാതെ ചാലക്കുടി അങ്ങാടി മുതലുള്ള ബ്ലോക്കാണ്. ഏറെക്കുറെ കൊരട്ടി വരെ ഈ ബ്ലോക്ക് ഉണ്ട്. ഇത്രയും ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൽ നിന്നിട്ട് നായിന്റെ മക്കൾ എന്ത് ചെയ്യുന്ന അറിയോ? ഓനെങ്ങട്ടാ പോണേ? അല്ല ഇവരിതെങ്ങോട്ട് പോണേ? അല്ല ഓനെങ്ങട്ടാ പോണേ? അതിന് മോളിക്ക് ആ വണ്ടി അങ്ങോട്ട് പോണു. അതാ ബ്ലോക്ക് ആക്കും. ഇവനെന്തിനാ അതിന്റെ ഇടയിൽ ഷട്ടപ്പ്. ഓരത് കൂടെ പോണോ? മിക്കവാറും അവിടെ ബ്ലോക്ക് ആക്കും. അതാ വണ്ടികൾ അങ്ങോട്ട് പോണു. അപ്പുറത്തെ ബ്ലോക്ക് ഉണ്ടോ? റൈറ്റ് സൈഡിൽ അങ്ങോട്ട് പണി നടക്കുന്നില്ലല്ലോ. ചാടുവോ? അടുത്തേക്ക് പറന്ന് ചാടുവോ? നാളെ പോകുമ്പോ ഒരു ഡിസൈർ ഒരു മറ്റേ വെറിഞ്ഞവിടെ കളിക്കണ്ടാവും താഴെ. ഞാൻ അതായിരിക്കും നടക്കാൻ പോകും. അത് നമ്മള് പൊട്ടന്മാരായോ? സ്ഥിരം പോണ ടീം സൗദി ചിലപ്പോ അതൊന്ന് പോയപ്പോ മോളെ അതൊന്നല്ല. ഓ സ്ഥിരം പോണവനാ തോന്നുന്നുണ്ട്. കണ്ടേ സ്ഥിരം പോണവനാ തോന്നുന്നുണ്ട്. അത് അവിടെ എത്തിയല്ലോ. സോറി, നമ്മൾ അതിനിടയ്ക്ക് വണ്ടി നിർത്തി ഇതൊക്കെ വാങ്ങിണ്ടായിരുന്നു. അച്ചാറൊക്കെ വാങ്ങിണ്ടായിരുന്നു. അമ്പഴങ്ങി കണ്ടോ? വേണ്ട സാധനം വീഡിയോയിൽ കാണിക്കില്ല. അപ്പൊ ഞാൻ ഫോൺ വിളിക്കുന്നില്ലേ ലിനൂനി എന്ന് പറയണേയും ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട്. അതുകൊണ്ട് എനിക്ക് മറ്റേ ടീമാ ലിനു ഞങ്ങള് വർക്കല ടീംസ് ആണ്. മൂന്നാളും എന്താ പറയണത്? ഇവരേ വർക്കലയിൽ പോയിട്ട് ഇടയ്ക്ക് റൂം എടുക്കുന്നുണ്ട്. ജലദോഷം പറയല്ലോ. ഞാൻ നല്ല കുട്ടിയാ.
ജലദോഷം ഉണ്ടെങ്കിൽ വിക്സ് ഉണ്ട് തേക്കാൻ ചേച്ചിടാ. നല്ല 2 ഭർത്താക്കന്മാരെ കിട്ടി. അയ്യോ അപ്പൊ തന്നെ ഓരോ നിങ്ങൾ ഒഴിവാക്കി. ഏത് ഓളയോ? ഓളല്ലേ മെയിൻ നിങ്ങളെ ഇതാക്കണാണ്. വേണ്ട ഇടി വേണ്ട, അവിടെ ഒരു കുഴപ്പമില്ലാണ്ടോ. അപ്പൊ പോന്ന ബുദ്ധിമാൻ അവിടെ കള്ള കാട്ട് കള്ള അവിടെ ഞാൻ പോയത്. വണ്ടി നോക്കണേ. ഞാനിപ്പോ നിന്റെ മുഖം കാണിക്കില്ല, സ്ഥലം കാണിക്കണുള്ളൂ. പോട്ടെ, നമ്മളിപ്പോ എന്തായാലും ലേറ്റ് ആവും. 12 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇനി 1 മണിക്കൂറുണ്ട് ഡിസ്റ്റൻസ് കൊച്ചി എത്താൻ. കണ്ടറിയാം കോശി എന്താ ഉണ്ടാവുന്നത്. ജേഴ്സി പ്രകാശനം എത്ര മണിയാണ്? 12 മണിയാണ് ബിഗ് ബോസിന്റെ. ഞാൻ ആയതുകൊണ്ട് ഞാൻ അവരോട് അതൊരു 2 മണിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമയം കറക്റ്റ് 1:45 അല്ല 1:34. ഇതാ ഒന്നാമത്തെ കാര്യം, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പോയിട്ട് എനിക്ക് വലിയ ശീലമൊന്നും, അതുകൊണ്ട് ലേറ്റ് ആവൂലേ. ഞാൻ പറഞ്ഞത് സ്ഥിരമായി പോണവർക്ക് ഇത് ഓക്കെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചേച്ചി, റസ്മിൻ, അപ്സര, നോറ, അക്ബർ ഖാൻ ഇവരൊക്കെ സ്റ്റേജിൽ കയറിയിരിക്കുക. അവരൊക്കെ സെലിബ്രിറ്റീസ് അല്ലേ, അവരൊക്കെ ഇന്നേക്കാ വലിയ സെലിബ്രിറ്റീസ് ആണ്. അവരവിടെ ഇരിക്കണം. ഞാൻ ഒലക്കാന്റെ മൂഡ്. സോഷ്യൽ ഇൻഫ്ലുവൻസർ I am a YouTuber. അല്ല അമ്മാന്റെ ഊത്തൂബറാണ്. ഊത്തൂബർ ബോട്ടിത്താടി അച്ചായൻ. എന്റെ പൊന്നെ ചക്കരേ, എന്റെ പൊന്നെ ചക്കരേ മുത്തേ. ഭയങ്കര മറ്റേ ദിലീപ് കൊച്ചിരാജലുണ്ട്. എന്നോട്ടുള്ള സ്നേഹം കാണിക്കും പൊന്നെ. 10 minutes. അയ്യോ ബ്ലോക്ക്, വീണ്ടും ബ്ലോക്ക്. കൊച്ചി നിങ്ങൾ എന്താ ഇങ്ങനെ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുന്നത്? ഹൈ ലാലിട്ടൻ, ഏട്ടൻ ഫാൻ. അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ടൈം 1:47. 12 മണിന്റെ സാധനമാണ് ഇപ്പൊ നമ്മൾ 1:45 എത്തിയത്. 2 മണിന്റെ മുന്നെത്തി. ഈ വാസന കേരളാണ് ജേഴ്സി പ്രകാശനം. കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അധികം ആൾക്കാരില്ല അല്ലേ? DHC ഉണ്ട്, റസ്മിന്റെ, അക്ബർ ഇവരൊക്കെ ഉണ്ട്. ഫീൽഡ് നോറുണ്ട്, നോറ മുസ്കാൻ. Good afternoon, everyone. First of all, I welcome everyone to this event. Let's welcome the team. അപ്പോ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു. ഞാനിപ്പോ പ്രോഗ്രാം തുടങ്ങാൻ പോവാണ്. കഴിഞ്ഞു അല്ല, ജേഴ്സി ലോഞ്ച് കഴിഞ്ഞു. നമ്മള് നോറേന്റെ റൂമിക്കുന്നുണ്ടോ? നോറ ഫുള്ള് ഇതിനകത്ത് വിലക്കെടുത്ത് ഡെയിലി ഒരു 70,000 to 80,000 ഒക്കെ ഉള്ള ഒരു റൂമാണെന്നൊക്കെ പറയുന്നുണ്ട്. 1 lakh വലിയ റിച്ച് ഗേളാണ്. എന്തായാലും നമ്മളിപ്പോ പ്രാക്ടീസിന് പോവാണ്. സായി മീറ്റിങ്ങിന് പോവാണ്. അപ്പൊ പ്രാക്ടീസിന് ഇന്ന് നമ്മളെ ഡാൻസിൽ ഒരാള് ഓൾ ഓഫ് എ സഡൻ പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ആ ഒരു വേക്കൻസി നമുക്ക് സ്നേഹന്റെ കുച്ചിപ്പുടി അല്ല
ഞാൻ കയറി ചവിട്ടുമാറങ്ങി കളിച്ചോളാം. അത് ജീവിതത്തിലൊന്നും കളിക്കുന്നുണ്ട്. വെറൈറ്റി ആയിട്ട് ആളെ പിടിക്കേണ്ടതുണ്ട്. അതെ അതെ. അപ്പൊ ഞാനെന്തായാലും ഡ്രസ്സ് മാറ്റുമ്പോൾ ബാക്കി ഇതിനെ സ്നേഹം ഡ്രസ് മാറ്റി എടുക്കണില്ല, പോട്ടെ, പാവല്ലേ. അപ്പൊ നമ്മളിപ്പോ JC ലോഞ്ചൊക്കെ കഴിഞ്ഞു. വാസനയ്ക്കേറിൽ വെച്ചുള്ള ലോഞ്ചൊക്കെ ആയിരുന്നു പരിപാടി. അപ്പോൾ സായിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ലേറ്റ് ആയതുകൊണ്ട് ലേറ്റ് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ലേറ്റായി. ഞാൻ പറഞ്ഞ പോലെ 12 മണിയുടെ പ്രോഗ്രാം 2 മണിക്ക് എത്തിയത്. അത് കഴിഞ്ഞ് ഇവർക്ക് നാളെ ബിഗ് ബോസ് ആരോ, അതായത് സീസൺ 2 ക്രിക്കറ്റ് ഉണ്ട്. ഫസ്റ്റത്തെ എന്തോ അണ്ടറാമെന്നല്ല, എന്തോ മറ്റേ കൈ ഇങ്ങനെ ഉരുട്ടിയെറിയുന്ന ക്രിക്കറ്റായിരുന്നു. അത് കഴിഞ്ഞ കൊല്ലം അത് ഞാൻ പറഞ്ഞില്ലേ സായി ജയിച്ചിട്ടുണ്ടായിരുന്ന ടീമായിരുന്നു. ഇപ്പോൾ നാളെ സീസൺ 2 തുടങ്ങുകയാണ്. അപ്പോൾ ബിഗ് ബോസിൽ എല്ലാ കണ്ടസ്റ്റൻസും ഉണ്ട്, മീൻസ് മോസ്റ്റ് ഓഫ് ദ കണ്ടസ്റ്റൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നോറ അവിടെ പെടാപ്പാട് നടക്കുന്നത്. അതായത് ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നു. മൊബൈലിൽ ഡാൻസ് ഷൂട്ട് ചെയ്യണ ഡാൻസിൻ്റെ പ്രാക്ടീസിൻ്റെ സംഭവം കാണിച്ചു തന്നു. നല്ല രസമുണ്ട്, അടിപൊളിയുണ്ട്. നോറ പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ ഗ്രേസ്ഫുള്ളി ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയാണ്. നന്നായിട്ട് തന്നെ കളിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോറൻ്റെ മീൻസ് ഡാൻസ് കാണാൻ. അപ്പോൾ ഇവർ പ്രാക്ടീസിന് പോവാണ്. പിന്നെ സായും അവരൊക്കെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ എന്തായാലും ഡാൻസ് പ്രാക്ടീസിന് അങ്ങോട്ട് പോട്ടെ. എനിക്ക് ഇവിടെ വേറെ ആരും വന്നിട്ടില്ല, എല്ലാവരും ബിഗ് ബോസ് കണ്ടസ്റ്റൻസാണ്. ഞാൻ മാത്രമുള്ള കണ്ടസ്റ്റൻ്റ് അല്ലാത്ത ഞാനൊരു ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്കിനി കൂട്ടുണ്ടായിരുന്നത് ലീനു ആയിരുന്നു. അവരിനി രാത്രി എത്തുന്നുള്ളൂ, എനിക്കറിയില്ല. രാത്രി ചിലപ്പോൾ വരും, അല്ലെങ്കിൽ നാളെ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡാൻസ് പ്രാക്ടീസിന് പോട്ടെ. നോറ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. വാ സൂപ്പർ ഡാൻസ്. അപ്പോൾ ഞങ്ങളുടെ വീണ്ടും ആ ട്രയോ ഇനി വീണ്ടും തുടങ്ങാൻ പോവാണ് ഞങ്ങൾ. പക്ഷെ എൻ്റെ സ്വന്തം ട്രയോ ഇവരാണ്. അപ്പോൾ നീ പോയി ഡാൻസ് പ്രാക്ടീസ് വരുന്നുണ്ട്. ഒബിയസ്ലി നാളെയാണ്. ടൈമും പ്ലേസും പറയാൻ നോട്ട് ചെയ്ത് നാളെ നിങ്ങളുടെ സ്വന്തം ഫേവറേറ്റ് സ്റ്റാർസിന്റെ പെർഫോമൻസ് കാണാനും സപ്പോർട്ട് ചെയ്യാനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ ഉത്സവം ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അപ്പം നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നേരെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വന്നു. മുടി സെറ്റ് ചെയ്തു, ബാക്കി ആരും സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ വാക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ലീനു പിന്നെ ഓൾറെഡി അത് കുറച്ച് കണ്ടന്റ് തരുമോ നോറ? കുറച്ച് കണ്ടന്റ് തരുമോ? സബ്സ്ക്രിപ്ഷൻ എന്താണ് പറയാ നോറന്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ എന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്. എനിക്ക് ആദ്യം റേറ്റ് പറഞ്ഞില്ല, റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല എക്സ്ക്ലൂസീവ് സാധനം ഇപ്പൊ ശക്തി ഒഴിവാക്കി. അങ്ങനെ ആൾക്കാരുണ്ട്. നോറ നിങ്ങൾക്ക് ഇനി സമയമുണ്ട്. എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഒരു കണ്ടന്റ് കാണിച്ചു തരുമോ? ഒരു കണ്ടന്റ് കാണിച്ചാൽ എന്ത് തരും? ഒരു കണ്ടന്റ് കാണിച്ചത് ഈ ചാനലിലൊന്നും കണ്ടന്റ് കാണിച്ചാൽ എന്ത് തരും? ഇതിന്ന് കിട്ടുന്ന പൈസ ഒന്നും പകുതി തരാൻ. പകുതിയോ? കാലിലുള്ള ആ റിംഗ് എനിക്ക് രണ്ടെണ്ണം വേണ്ട. എനിക്ക് ആ റിംഗ് ഒരു കണ്ടന്റ് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? ഇന്നെ മാത്രം കഴിക്കല്ലേ, അങ്ങോട്ട് കഴിക്കാത്ത അല്ല അതിൽ വല്ല ഉണ്ടോ ചോദിച്ചിട്ടത്. ഓളതാ പോയി, ഓള് കട്ട് ചെയ്ത് ഷോർട്ട് ബ്രേക്ക്. ലിനു പോയി. എന്റർപ്രണർ ലിനുവിന് രാത്രി 12:33 വരെ കസ്റ്റമേഴ്സ്, 12:34 വരെ കസ്റ്റമേഴ്സ്. ഓക്കെ, എത്തിയോടെ വരെ കസ്റ്റമർ ആക്കി. അത് കേട്ടില്ല, അച്ഛനാണ്. എത്തിയോ? അപ്പൊ ഓക്കെ, ഇനി കണ്ടിട്ട് എക്സ്ക്ലൂസീവ് ഞാൻ പിന്നെ കാണിച്ചു. ഇവിടെ സിജോ ലിനു എന്തായാലും എത്തിയിട്ടുണ്ട്. ഓൺലൈൻ വീഡിയോ ആണോ? താങ്കൾക്ക് ഓൺലൈൻ വീഡിയോ
ഇത്ര പ്രശ്നമില്ലെന്നും താങ്കൾക്ക് ഈ സർക്കാരിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അതെ LDF നെ കുറിച്ച്